മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 ഇപ്രകാരം പറയുന്നു: അവൻ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഈ പുതുവത്സരത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ മാത്രം അനുഗമിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ഈശോ നൽകട്ടെ എന്ന പ്രാർത്ഥനയുമായി എല്ലാ ശാലോം പ്രേക്ഷകരെയും നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാസത്തിൻ്റെ 4-ാമത്തെ ആഴ്ച ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ ലോകം മുഴുവനുമുള്ള നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്ന്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നാട്ടിലോ വിദേശത്തോ ജോലി ചെയ്യുന്ന ഒരു നേഴ്സെങ്കിലും ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ ചുരുക്കമാണല്ലേ. പല കുടുംബങ്ങളുടെയും അത്താണി പോലും അവരാണെന്ന കാര്യവും നമുക്ക് മറക്കാനാവുകയില്ല. എന്നാൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എന്തുമാത്രം ജീവനാണ് ഒരു ദിവസം അവരുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്നതല്ലേ. ഒരു തെറ്റും കൂടാതെ ജോലി ചെയ്യുവാൻ അവരെ സഹായിക്കുന്നത് നമ്മുടെ കർത്താവാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ പേരിൽ ജയിലുകളിൽ കഴിയുന്ന എന്തുമാത്രം നേഴ്സുമാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതേ പ്രിയമുള്ളവരെ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള നേഴ്സസിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ഈശോ കടന്നു വരട്ടെ. ഈശോയുടെ സ്നേഹവും സൗഖ്യവും അവരിൽ വന്ന് നിറയട്ടെ. ഇന്നത്തെ ആരാധനയെ നമ്മെ നയിക്കുന്നത് UAE റാസൽ ഖൈമ ഉമ്മൽ ഖൊയിൻ നേഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളാണ്. അവരോടൊന്നു ചേർന്ന് ഒരു മനസ്സായി ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ.
നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ദിവ്യകാരുണ്യ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ, ഈ ആരാധനാവേളയിൽ ഞങ്ങളെ ഒരിക്കൽ കൂടി അങ്ങേ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുവാനായിട്ട്, ഞങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് ആ ദിവ്യകാരുണ്യ വലിയ ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ പൊന്നുതമ്പുരാനെ. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അങ്ങേ തൃപ്പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുവാനായിട്ട് അങ്ങ് ഒരുക്കി തന്ന ഈ ധന്യ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും അല്പനേരം ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവസ്നേഹം
കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. പുറപ്പാട് 23-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഓ ദിവ്യകാരുണ്യീശോയെ, ലോകം മുഴുവനുമുള്ള 2 കോടി നഴ്സസിനെയും അവരുടെ ജീവിത പങ്കാളികളെയും ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പുറപ്പാട് 23-25 വചനത്തിൻ്റെ യോഗ്യതയാൽ ഈശോയെ, വിവിധങ്ങളായ രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാ ജീവിത പങ്കാളികളെയും ഈ നിമിഷം അങ്ങ് തൊട്ടു സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ തൊടുകിൽ ആത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിവാസഗേഹമാകും. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങളുടെ ജോലിയും രാപകൽ ഉള്ള അധ്വാനവും ഞങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എങ്കിലും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പരിഗണന ലഭിക്കാത്ത അനേകം നേഴ്സുമാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഈ ഓരോ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. ഓ ദിവ്യ ഈശോയെ, ഈ ഭൂമിയിൽ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏതു കാര്യങ്ങളും സാധിച്ചു തരുമെന്ന് അരുളി ചെയ്ത ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഇതാ 2 കോടി നേഴ്സുമാരെയും അവരുടെ ജീവിത പങ്കാളികളെയും സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഞെരുങ്ങുന്നവരെയും കർത്താവെ അവിടുത്തെ തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ തൊടുകിൽ ആത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിവാസഗേഹമാകും. കാരുണ്യവാനായ നാഥ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരുടെ കുടുംബങ്ങളെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജോലിക്കിടയിലും വ്യക്തിപരമായ കാരണങ്ങളാലും ജീവിത പങ്കാളികൾക്കും മക്കൾക്കും കൊടുക്കേണ്ട അവസരങ്ങൾ കർത്താവെ ഞങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനായി നാഥ, ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങോട്ട് മാപ്പ് അപേക്ഷിക്കുന്നു. പലപ്പോഴും ജീവിത പങ്കാളിയിലുള്ള നന്മകൾ കാണാതെ കുറവുകൾ അന്വേഷിക്കുകയും അതിന് പിന്നാലെ പോയി പലപ്പോഴും കുറ്റപ്പെടുത്തി മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. സ്നേഹനിധിയായ നാഥ, ഇന്ന് ഈ അൽത്താര സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ.
സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ യേശുനാഥ, ജീവിത പങ്കാളികളുടെ മദ്യപാനം മൂലം തകർന്നു പോയിട്ടുള്ള നഴ്സുമാരുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മദ്യപാനത്തിൻ്റെ മൂലകാരണമായ എല്ലാ ദുരാത്മാക്കളെയും അങ്ങേ നിമിഷം തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ആട്ടിപ്പായിക്കണമേ. സ്നേഹസ്വരൂപനായ നല്ല നാഥ, ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നും അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊണ്ട് നസ്രത്തിലെ മറ്റൊരു തിരുക്കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. We are in the presence of the Lord. God's almighty power be upon every one of you here. And in a special way, we pray for all the nurses throughout the world and their families. God is the greater healer. Jesus Christ is the greatest healer. And He comes down to people when they are in struggle, when they are in pain, when they are in trouble. He knows their inner pain. And in the gospel we find Jesus is the one who is with the disciples. We'll find every time the word with. Being with a person is very, very important. There are families where people are present physically but not emotionally. Jesus is totally present to everybody who comes to Him. And that is the healing. As nurses, we are called to be just like Jesus in our healing ministry. Just not a physical presence. Anybody can give a physical present. Catholic nurses are called to be completely present, both physically, emotionally, and all the more spiritually. That's where a total healing will take place. One thing as being nurses is this: we become codependent. You go and help people. You do not take care of yourself. The call today is to take care of yourself, your body, which is the temple of the Holy Spirit. To de-stress yourself, to relax in the presence of God. Today the message of God to every one of us is to take care of myself, and that's how love yourself. The greatest commandment of love starts, love others as you love yourself. Let's pray. Lord, our loving Father, we thank you for all your gracious gift over here. We feel your presence, O Lord, the mighty power, the touch, your presence. Lord, a loving Father, touch every one of us gathered here. We thank you for your presence with us. We thank you for everything, every gift that we receive from you. Lord, let your touch heal the globe. Let your touch heal our hearts. In turn, let's begin the mission of healing the globe. We make our prayer through Christ our Lord. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ
മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. ദിവ്യ ശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യനിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അതേ പ്രിയമുള്ളവരെ, നേഴ്സുമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. അങ്ങനെ അവരിലേക്കും അവരിലൂടെയും ലോകം മുഴുവനിലേക്ക് കർത്താവിൻ്റെ സ്നേഹം ഒഴുകിയെത്തട്ടെ. അതിനായി ലോകം മുഴുവനുമുള്ള നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് റാസൽ ഖൈമ ഉമ്മൽ ഖോയ് നേഴ്സസ് മിനിസ്ട്രി അംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധിയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.